ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് ഞാനൊരു കോട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്: റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ്, റിമെമ്പർ വെയർ യു ആർ ഹെഡഡ്, തിങ്ക് ഓഫ് ഹൗ ഗ്രേറ്റ് ഇറ്റ് വിൽ ബി ടു ഗെറ്റ് ദെയർ ആൻഡ് കീപ് ഗോയിങ്. ഇതെൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ്. നമുക്കറിയാം, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം അത് വർഷങ്ങളുടെ ഹാർഡ് വർക്കാണ്. സോ സംടൈംസ് ഇറ്റ് ഫീൽസ് സോ ടയറിങ്. ആഫ്റ്റർ എ പോയിൻ്റ് നമുക്ക് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നും. പക്ഷേ നമ്മൾ ചിലപ്പം ഇന്ന് ഗീവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ സക്സസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. സോ കീപ് ഗോയിങ്. ഇത് ഞാൻ എന്നോട് തന്നെ പറയാറുള്ളതാണ്. ഇന്ന് ഞാൻ ആക്ച്വലി ഹിസ്റ്ററിയാണ് പഠിച്ചത്, സ്പെസിഫിക്കലി കേരള ഹിസ്റ്ററി. അപ്പം ഹിസ്റ്ററിക്ക് ബേസിക്കലി നമുക്ക് കേരള, ഇന്ത്യ, വേൾഡ് മൂന്നും കൂടെ കൂട്ടിയിട്ട് 10 മാർക്കാണ് ഉള്ളത്. പക്ഷേ സിലബസ് ഭയങ്കര വൈഡാണെങ്കിലും 10 മാർക്കെന്ന് പറയുന്നത് നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഞാൻ PYQC എന്നാണ് സിലബസ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലൂ കളറിലുള്ള ബുക്കെന്ന് പറയുന്നത് 2025 വരെയുള്ള ഇതുവരെ നടന്ന എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സും, എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഞാൻ അതിനകത്തുനിന്ന് അത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് ടോപ്പിക് വൈസ് അങ്ങനെയാണ് പഠിക്കുന്നത്. എന്നോട് കമൻറ്റിൽ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ്, ഈ PYQ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, തീംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ തീംസൊക്കെ ഒന്ന് പറയാമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിളായിട്ട് ഇപ്പം 2025 മാത്രം 2 ഘട്ടമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ തീംസ് പറയാം. ഇപ്പം കേരള ഹിസ്റ്ററി ആണെങ്കിൽ ട്രാവൻകൂർ ഹിസ്റ്ററി 2025 ട്രാവൻകൂർ ഹിസ്റ്ററി എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്. ലൈക്ക് ഇപ്പം മാർത്താണ്ഡവർമ്മ, പിന്നെ അതുപോലെ തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അവരുടെ കോൺട്രിബ്യൂഷൻ. അപ്പം അതിനകത്തു നിന്നാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഹിസ്റ്ററി, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസിൽ ലൈക്ക് ബുക്സൊക്കെ ആണെങ്കിലും, പിന്നെ ഹോർത്തൂസ് മലബാറിക്കസ്, പിന്നെ അതുപോലെ കേരളത്തിലെ ഫസ്റ്റ് മിനിസ്ട്രി, പിന്നെ വൈക്കം സത്യാഗ്രഹം, പിന്നെ ഇപ്പം ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി. ഇപ്പം അതിൻ്റെ എക്സാമ്പിളാണ് ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ. അതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഈ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ കേരള, ലൈക്ക് SNDP ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇതുപോലെയുള്ള ടോപ്പിക്, ദിസ് ഈസ് ലൈക്ക് ഇതിപ്പോൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം നോക്കിയപ്പോൾ കണ്ട ടോപ്പിക്സാണ്. പക്ഷേ ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ എപ്പോഴും PSC പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ശരിയാണ്, സിലബസിൽ ഓൾമോസ്റ്റ് ഓൾ ദ ടോപ്പിക്സ് ആർ കവേർഡ് എന്ന് നമുക്ക് തോന്നും. ശരിയാണ് പല ടോപ്പിക്കുകളിലും. പക്ഷേ നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻ നോക്കുന്നതിന് വേറൊരു ഗുണവും കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യണം, അതൊരു ക്വസ്റ്റ്യനായിട്ട് വരുമ്പം അതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പം നമുക്ക് എല്ലായ്പ്പോഴും തന്നിരിക്കുന്ന, എസ്പെഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്കെങ്ങനെ നമുക്കുള്ളൊരു അറിവ് കൊണ്ട് ആ ക്വസ്റ്റ്യനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് എലിമിനേഷൻ യൂസ് ചെയ്താലേ ആൻസറിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു എക്സാം ഹോളിൽ പോയിരുന്നിട്ട് ഫ്രഷായിട്ട് നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ ഓൾറെഡി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ നല്ലതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.